അല്ലടാ, ആരാ നിന്നെ വിളിച്ചേ? അവനാണോ? ഹാ, അവൻ തന്നെ. അവൻ നാളെ വരുന്നുണ്ടെന്ന്. അപ്പോൾ കല്യാണമൊക്കെ കൂടിയിട്ട് ഇനി പോകണോളെന്ന് പറഞ്ഞു. ആഹാ, ഓ, അവൻ്റെ കൂടി ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പതേ അതും നികത്തി കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും നാളെ ഞാനും ഉണ്ടടാ. നമുക്ക് 3 പേർക്കും പോയി അവനെ പിക്ക് ചെയ്യാം. ആഹാ, നീ വരുന്നുണ്ടോ? എന്നാ നമുക്ക് മോർണിംഗ് തന്നെ അവനെ പിക്ക് ചെയ്യുമ്പോൾ ഓക്കെ അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെല്ലാരും ഓരോ ജോലികൾക്കായിട്ട് പോകുന്നു. അങ്ങനെ പിറ്റേ ദിവസം മോർണിംഗില് അല്ല ജാക്സ, നീയല്ലേ പറഞ്ഞേ അവൻ്റെ എത്തി നമ്മൾ വേഗം ചെന്നില്ലെങ്കിൽ അവൻ ടാക്സി വിളിച്ചായിരുന്നു. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അവനെ കാണുന്നില്ലല്ലോ. എടാ, ആ തെണ്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞേ അവനിവിടെ എത്തിയെന്ന്. എന്നിട്ടിപ്പോൾ അവനിവിടെ കാണില്ല. അവൻ എവിടെയാണോ എന്തോ. എടാ എടാ എടാ, ഞാൻ ഇവിടെ ഉണ്ട്. മതി എന്നെ കുറ്റം പറഞ്ഞത്. ഹാ, 3 എണ്ണങ്ങളുണ്ടോ? അല്ല, എന്നൊക്കെ എൻ്റെ വിശേഷങ്ങൾ. ഞാനില്ലാണ്ട് 3 ഇവിടെ അടിച്ചു പൊളിക്കായിരുന്നു തോന്നുന്നു. അത് നീ പറഞ്ഞത് ശരിയാ. നീ ഇല്ലാത്തതുകൊണ്ട് നല്ല ആശ്വാസമായിരുന്നു. ഞങ്ങൾക്കല്ല, ഇവിടുത്തെ പെമ്പിള്ളേർക്ക്. പോടാ വൃത്തിയായിട്ടവനെ. അവൻ വന്നപ്പോൾ തന്നെ എനിക്ക് ടൂക്കാൻ നിൽക്കണം. എടാ മതിയടാ അവനെ കളിയാക്കിയത്. പിന്നെ മതി, നീ എന്തായാലും യാത്ര ചെയ്ത് ക്ഷണിച്ചു വന്നിരിക്കുമല്ലേ. നമുക്ക് എന്തായാലും വീട്ടിൽ ചെല്ലാം. ഫ്രഷ് ആയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ പറഞ്ഞാൽ മതി. അതെ അതെ, ഇനി വീട്ടിൽ ചെന്നത് മതി എല്ലാ വിശേഷങ്ങളൊക്കെ. എന്നാ വാ, നമുക്ക് പോകാം. അപ്പൊ അങ്ങനെ അവര് മാർട്ടിനെ കളിയാക്കിയും ചിരിച്ചും കളിച്ച് അവരങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അല്ലടാ, എവിടെ എൻ്റെ പെങ്ങന്മാര്? കണ്ടില്ലല്ലോ 3 ഞങ്ങളിവിടെ ഉണ്ട് ഇച്ചായ. ഇച്ചായ സുഖം തന്നെയല്ലേ? ആഹാ, കാന്താരികൾ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖത്തിനൊക്കെ എന്ത് കുറവിടാ, സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ അനിയത്തിമാർക്ക് സുഖം തന്നെയല്ലേ. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ് കാന്താരീസേ. താങ്ക്സ് ഇച്ചായ, താങ്ക് യു. അതെ, സംസാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കായിരുന്നു. ഇച്ചായും പോയി ഫ്രഷ് ആയിട്ട് വാ. എന്തായാലും യാത്ര ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ. ഫ്രഷ് ആയിട്ട് ഒന്ന് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് വിശേഷം സംസാരിക്കാം. അത് ശരിയാ, നീ എന്തായാലും പറഞ്ഞു തന്ന ജിനി. നല്ല വിശപ്പുണ്ട്. നീ എന്തെങ്കിലും എടുത്തേക്ക്, ഞാൻ അപ്പോഴത്തേക്കും ഫ്രഷ് ആയിട്ട് വരാം. പറഞ്ഞുകൊണ്ട് മാർട്ടിൻ നേരെ ഫ്രഷ് ആവാൻ പോകുന്നു. ജെനിയും ജോലിയും ചെയ്യും കൂടി കിച്ചണിലേക്ക് ഫുഡ് എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഫ്രഷായി മാർട്ടിനും അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരിക്കുന്നു. ഇച്ചയ, ഫുഡൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാമോന്നോ? അടിപൊളിയായിട്ടുണ്ട്. എത്ര കാലത്തിന് ശേഷം ഞാൻ വീട്ടിൽ ഫുഡ് കഴിക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് ജെനി. ഓ ആണോ? താങ്ക്സ് ഇച്ചയ, താങ്ക് യു സോ മച്ച്. പിന്നെ ഇച്ചൻ നീ എന്താ പോണേ? ഞാനെന്തായാലും നിങ്ങളുടെ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് അടിച്ച് പൊളിച്ചിട്ടേ പോകുന്നുള്ളൂ. അപ്പൊ ചെയ്യാൻ നിങ്ങളുടെ മാരേജ് ആയതുകൊണ്ട് വന്നതാണോ? അല്ലാതെ എൻ്റെ അനിയത്തിമാരുടെ കല്യാണത്തിന് ഞാനില്ലാതിരിക്കുമോ? അല്ല മാർട്ടിൻ, നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നുണ്ടോ അവിടെ? പിന്നെ അല്ലാതെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആ മാർട്ടിൻ, ഞാൻ നിന്റെ അടുത്ത് ഒരു കാര്യം പറയുന്നത് വെച്ചതാ. എന്തായാലും നീ ബാംഗ്ലൂർ ചെയ്യുന്ന ബിസിനസ് നല്ല പക്കയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതെന്തായാലും നിന്റെ പേരിലേക്ക് ആക്കാന്നാ എൻ്റെ തീരുമാനം. അല്ലടാ ജിമിനെ, അതെന്തിനാ എനിക്കതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇത് നിന്റെ പേരിൽ തന്നെ ഇരുന്നോട്ടേടാ. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? എന്താ, നിനക്ക് എൻ്റെ കയ്യിലൊന്നും വേണ്ടാത്തോണ്ടാണോ? ഏയ്, അതുകൊണ്ടല്ലടാ. എനിക്കിതൊക്കെ ഇരുത്തരാനുള്ള അർഹത എനിക്കുണ്ടോ? അതെന്ത് പറച്ചിലാണ് നീ പറയുന്നത്? നീ എൻ്റെ ഉയർ നന്മനല്ലടാ. നിനക്ക് തന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് എഴുതി കൊടുക്കണ്ടേ? എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആരെതിർത്താലും ഞാൻ നിനക്ക് അത് എഴുതരും. അയ്യേ, ഞങ്ങളുടെ കോഴി ഇത്രയേ ഉള്ളൂ. മോശം. പോടാ അവിടെ നിന്ന്, വെറുതെ കളിയാക്കാതെ. Sa
കുഴപ്പമില്ലാണ്ട് പരിപാടിയൊക്കെ നന്നായിട്ട് പോയല്ലോ. പിന്നെ നിങ്ങൾ എന്തായാലും ഇറങ്ങുമല്ലേ? സമയം ഇത്രയില്ലേ? ഇനി നമുക്ക് വെഡിങ്ങിനൊക്കെ കാണാം. അപ്പോൾ ശരിയല്ലേ, ഞങ്ങളെന്നാ ഇറങ്ങുവാണേ, സമയം ഇത്രയായില്ലേ. അപ്പോൾ ജെനി, ഞാൻ ഇറങ്ങുവാണേ. ആ ശരി സക്രിയ. പപ്പ നോക്കി പോണേ. ആ ശരി മോളെ, എന്നാ ജിമ്മിനെ നമുക്ക് വെഡിങ്ങിന് കാണാടാ. ബൈ. ഓക്കെ അങ്കിൾ, ശരി എന്നാ, ബൈ. എന്നാ ജിമിനെ നമുക്കൊന്നും വൈകിക്കണ്ട, നമുക്കെന്നാ വീട്ടിലേക്ക് വിട്ടാലോ? ആടെ ജിമിനെ ഇപ്പം എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, നമുക്കെന്നാ വിട്ടാലോ? ആടാ ഞങ്ങൾ വരാം. കുറച്ച് റിലേറ്റീവ്സ് ഉണ്ടല്ലേ, അവർ പറഞ്ഞു വിട്ടിട്ട് ഞാനും ജാക്സൺ അങ്ങോട്ട് വന്നോളാം. നിങ്ങൾ അനിയത്തിമാരെ കൊണ്ട് പോക്കോ. ആടെ ജിമിനെ ഞങ്ങൾ നോക്കിക്കോളാം. എന്നാ ബാ കന്തരിസേ മാർട്ടിൻ, നമുക്കെന്നാ വിട്ടാലോടാ? ആ ഇച്ച എന്തായി വരുവാ. ഇച്ച വേഗം വരണോട്ട് വീട്ടിലോട്ട്, വൈകല്ലേ. ആടി മുത്തൂസുകളെ, ഞാൻ എന്തായാലും അവനെ കൊണ്ട് വേഗം വന്നോളാം. പോരെ, നിങ്ങൾ ചെല്ലാൻ നോക്ക്. അപ്പോൾ ജിമിനെ നമുക്കെന്നാ അവരെ പറഞ്ഞിടാൻ പറ്റും. എന്നാ വാ. ആടാ എന്നാ വാദേ, അവരെയൊക്കെ നിൽക്കും, നമുക്കൊന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം. ഓ ഇതിപ്പോൾ ആരാ? ഇനി എങ്ങാനാ ജോണായിരിക്കും. അവന്മാർക്ക് വേറെ എന്തെങ്കിലും കാര്യമുണ്ടാവും. അവിടെ എത്തിയിട്ട് എങ്ങാനും വിളിച്ചാൽ പോരെ? അണ്ണോ നമ്പറോ? ഇതാര്? ഹലോ, ഇതാരാ? ഹലോ. Hello, Mr. Jackson. It's me, your one and only enemy. What? ഞങ്ങളുടെ എനിമി? ഞങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടാണോ ഞങ്ങളുടെ എനിമി ആവുന്നത്? യെസ്, നിങ്ങളുടെ ഓൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആരാ, എന്താ എന്നുള്ളതെല്ലാം എനിക്കറിയാം. എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ മോനെ ഈ കുഴിലോട്ടെടുത്ത് ചാടുന്നേ? ശരിയാ, ഞാൻ കുഴിലോട്ടെന്നെ എടുത്ത് ചാടിയത്. ബട്ട് നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ ഒരു ഫോൾട്ട്. നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല. ഓ റിയലി? മോനെ സാമുവല്ലേ, നിനക്ക് ജിമ്മിനെ തികച്ചങ്ങറിയില്ല. വാട്ട്? കടന്നു പതറാതെ. ഞാൻ പറഞ്ഞതല്ലേ, നിനക്കെന്നെ തികച്ചും അറിയില്ല സാമുവൽ. നീ ആരാണെന്നും നീ എങ്ങനെയാണ് എൻ്റെ എനിമിയായെന്നും എനിക്ക് നല്ലപോലെ അറിയാം. എന്തായാലും നിന്നെ കാണാൻ ഞാൻ ഒരു ദിവസം അവിടേക്ക് വരുന്നുണ്ട്. അല്ല ജിമിനെ, എന്താ നിന്റെ പ്ലാൻ? അവരെ നമുക്ക് തീർക്കണ്ടേ? തീർക്കണം, പക്ഷേ ഇപ്പോൾ വേണ്ട. എൻ്റെ അനിയത്തിമാരുടെ കല്യാണം കഴിഞ്ഞിട്ട്. കാരണം ആൾമാർക്ക് ഞാൻ പ്രോമിസ് കൊടുത്തിരുന്നു, ഇനിയൊരു പരിപാടിക്കും ഞാൻ കല്യാണം കഴിഞ്ഞവർ പോകില്ലെന്ന്. എടാ അതുവരെ ഇങ്ങനെ നിനക്കറിയാവുന്നതല്ലേ ജേക്കബിനെ? ആ ജേക്കബിൻ്റെ മോനവൻ. അവനല്ല ഇതിനപ്പുറം വേണമെങ്കിൽ കാണിച്ചിരിക്കും. എനിക്കറിയാം, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരിട്ടൊന്നും അറിഞ്ഞില്ല. അവനെ മറ്റുള്ള രീതിയിൽ നമുക്ക് തളർത്താലോ. ഇപ്പം എനിക്ക് മനസ്സിലായി. ഇത് ഞാനും ജോണും നോക്കിക്കോളാം. നീ ഈ കളത്തിൽ ഇറങ്ങേണ്ട ടൈം ആകുമ്പോൾ നമുക്ക് ഇറങ്ങിയാൽ മതിയല്ലോ. അതെ, ടൈമുണ്ടല്ലോ. എന്തായാലും വാ, ഇനിയോട് നിന്ന് ശരിയല്ല. പെണ്ണുമാര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വൈകി ചെന്നാൽ അതിനുള്ളത് കേൾക്കേണ്ടി വരും. അങ്ങനെ എൻഗേജ്മെന്റ് വന്ന എല്ലാ ആൾക്കാരെയും പറഞ്ഞു വിട്ട് നമ്മുടെ ജിമ്മിനും ജാക്സണും നേരെ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലാണെങ്കിൽ അവരെ കാത്ത് അവരെല്ലാവരും നിൽക്കുവാണ്ടോ. നിങ്ങൾ വന്നോ? ഇതെന്താടാ വൈകിയേ? എന്താ ബന്ധുക്കൾ പോകാനായിട്ട് ലേറ്റായോ? അതുകൊണ്ടാണോ? ആടാ റിലേറ്റീവ്സൊക്കെ പോകാനായിട്ട് കുറച്ച് ലേറ്റായി, അതാ. ജോൺ ഒന്ന് എൻ്റെ കൂടെ വരുമോ? എടാ നിൻ്റെ അടുത്ത് ഒരു അത്യാവശ്യം കാര്യം പറയാനുണ്ട്, അതുകൊണ്ടാ. എന്താ ചേടാ? എന്താടാ? നിനക്ക് ഓക്കെ, ഞാൻ വരാം. ജിമ്മി നീ വന്നോ? അല്ലടാ ജാക്സൺ വന്നില്ലേ? നീ മാത്രം വന്നോ? ഏയ് ഞാൻ മാത്രല്ലടാ, അവനും വന്നിട്ടുണ്ട്. പിന്നെ ജോണിനെ വിളിച്ചൊന്ന് പുറത്തു പോയേക്കാം. അല്ല അവൾമാരെന്തേ? 3 കിടന്നുറങ്ങിയോ? ഓ ആണോ? അവൾമാർ 3 നേരം കിടന്നടാ. ഇത്രയും നേരം അവൻ്റെ ഒരു അലച്ചിൽ ഇതൊക്കെ ആയിരുന്നില്ലേ, അവന് നല്ല ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ആണോ? എന്നാ കിടന്നോട്ടെ, എന്തായാലും ശല്യപ്പെടുത്തുന്നില്ല. ഓക്കെ, ഇനി കാര്യം പറ. എന്താ അവനെങ്ങനെ വിളിച്ചായിരുന്നോ? നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഭീഷണി സ്വരത്തിലാണ് പുള്ളിക്കാരൻ വിളിച്ചത്. പിന്നെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? എടാ എന്തെങ്കിലും കുഴപ്പമെന്തെങ്കിലും പറ്റിയായിരുന്നോ? ഏയ് കുഴപ്പങ്ങളൊന്നുമില്ല. ഈ ഒരു പ്രശ്നത്തിൽ ജിമ്മിന് നേരിട്ട് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് രണ്ടുപേർക്കും ഈ പ്രശ്നം തീർക്കേണ്ടി വരും.
ഓ അതായിരുന്നു പ്രശ്നം. എടാ അവൻ പറഞ്ഞ ശരിയെന്നല്ലേ, അവൻ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് നമുക്ക് തീർക്കാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പം അനിയത്തിമാരുടെ മാരേജൊക്കെ നടക്കുമല്ലേ, അവനങ്ങനെ നേരിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോടാ, അതുകൊണ്ടായിരിക്കും. അത് തന്നെയാണ് അവൾമാർ വിടാതെ പിടിച്ചേക്കാം. അവൾമാർ പറഞ്ഞേക്കുന്നത് ഈ മാരേജ് കഴിഞ്ഞവരെ അവനൊരു കാര്യത്തിന് ഇറങ്ങരുതെന്നാണ് അവൾമാർ പറഞ്ഞേക്കുന്നത്. പിന്നെ ഒരു കാര്യടാ, ഇത് മാർട്ടിനറിയണ്ട കേട്ടോ. ആടാ ഞാനും നിൻ്റെ അടുത്ത് അത് പറയണമെന്ന് വെച്ചതാണ്. ഇന്ന് എന്തായാലും നമ്മൾ രണ്ടുപേരും ഇറങ്ങിയാൽ മതി. ഇനി മാർട്ടിനും കൂടിയും ഇതിൻ്റെ ഇടയിൽ വലിച്ചു കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ മോനെ നമുക്ക് കളി തുടങ്ങിയാലോ? പിന്നെ അല്ലാതെ നമുക്കങ്ങ് തുടങ്ങാടാ. ഇതാ രണ്ടും കൂടി നോക്കി പോയിട്ട് വരണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്യണം, മറക്കരുത് കേട്ടോ. എൻ്റെ ജിമ്മിനെ നീ ടെൻസ്ഡ് ആവാതെ, ഞങ്ങളിത് നോക്കിക്കോളാം. നീ ഇപ്പോൾ കിടന്നുറങ്ങാൻ നോക്ക് ചെല്ല്. ആയിക്കോട്ടെ, ഞാനും കൂടി വരേണ്ടതായിരുന്നു. നിങ്ങളൊക്കെ കൂടി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. എടാ നിന്നോട് തന്നെയല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ ഞങ്ങൾ രണ്ടുപേരും കൈകാര്യം ചെയ്തോളാം, നീ ഒന്ന് വെയിറ്റ് ചെയ്യടാ. നീ ഇറങ്ങേണ്ട ടൈം ആകുമ്പോഴത്തേക്കും നീ ഇറങ്ങിയാൽ പോരെ. ശരി ആയിക്കോട്ടെ, അമ്മ രണ്ടുപേരും ഇവിടെ നോക്കുക, സമയം വൈകിക്കണ്ട. പിന്നെ മറക്കണ്ട, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം. ഓഹ് എൻ്റെ ദൈവമേ, ശരി എന്നാ വിളിച്ചോളാം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ. എന്തെങ്കിലും പൊട്ടണം, സമയം വൈകുന്നില്ല. ജോൺ വാടാ. അപ്പോൾ ജിമിനെ ബായടാ, ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കേടാ. എന്താടാ ഇവിടെ പരിപാടി? അവർ രണ്ടുപേരും എങ്ങോട്ടാടാ പോയേ? മാർട്ടിനായിരുന്നു. അവരൊരു ബിസിനസിന്റെ കാര്യത്തിന് പോയതാടാ. ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ആൾ വിളിച്ചായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയിട്ട് രണ്ടുപേരും. ഓ ഡീലിൻ്റെ കാര്യത്തിന് പോയതാണോ? അല്ല നീ കിടക്കുന്നില്ലേ? അവർ പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുമല്ലേ? നീ കിടന്നു, നാളെ ഓഫീസിൽ പോകണ്ടല്ലേ? ആടാ ഞാൻ കിടക്കാൻ പോവാം. ഇനി അവരെന്തായാലും വരുമ്പോൾ വൈകുമല്ലോ, ഒരു വെറുതെ വെയിറ്റ് ചെയ്തേക്കണ്ടെന്ന് വെച്ചാൽ. എന്തായാലും ഗുഡ് നൈറ്റ്, ബൈഡാ. ഓ ഇത് കുറേ നേരമായി മനുഷ്യനോട് വെയിറ്റ് ചെയ്യുന്നു. അവൻ ഇന്നെങ്ങാനും എത്തോ? നീ കൂളാവും ജോൺ, അവൻ വരട്ടെ, നമുക്ക് വെയിറ്റ് ആക്കടാ. എന്താണ് സാർമാർ നോക്കി നിന്ന് മുഷിഞ്ഞോ? ഏയ് ഇല്ല മോനെ, ചേട്ടന്മാർ മുഷിക്കാനോ? ചേട്ടന്മാർ മക്കളെ കാണാൻ വേണ്ടി വന്നതല്ലേ അല്ലേടാ ജാക്സ? പിന്നെ അല്ലാതെ. അല്ല എവിടെ മക്കളുടെ ബോസ്? ഡാ എത്ര ധൈര്യം ഉണ്ടായിട്ടാടാ ഇവരെന്ന് ഞാൻ. സർ, ബോസ് ഈസ് കമ്മിങ്. ഈയുള്ളത് രണ്ടുപേരും അവനിൽ നിന്ന് വാങ്ങിച്ചോ. എന്താ ചേട്ടന്മാരെ എന്നെ നോക്കി ഇന്ന് മുഷിഞ്ഞോ? എന്താണ് ചേട്ടന്മാരെ, ഞാൻ വൈകിയൊന്നുമില്ലല്ലോ? ഏയ് ഇല്ല, മോൻ വൈകിട്ടില്ല, സമയത്ത് തന്നെ എത്തിയത്. ആണോ? എന്നാ വന്ന കാര്യം പറയാം. ഞാനെന്താ നിങ്ങളിങ്ങനെ വിളിപ്പിച്ചതെന്ന് വെച്ചാൽ, എനിക്കൊരു കടമുണ്ട്, എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ കടം. അത് ഞാൻ വീട്ടണ്ടേ? അയ്യോ മോനെ, ആ കടം വീട്ടാൻ വേണ്ടിയിട്ടാണോ മോൻ ഇത്ര വേഗം ഇവിടേക്കൊക്കെ വന്നത്? അശ്ശടാ, ആ കടം വീട്ടാൻ പറ്റില്ലല്ലോ. ഡോ താൻ ബോസിനെ കളിയാക്കുവാ? ഞങ്ങളുടെ ബോസിനെ പറ്റി തനിക്ക് അറിയില്ല. ഏയ് നോ കെവിൻ, നോ, വേണ്ട വേണ്ട, അവർ വെറുതെ പേടിപ്പിക്കല്ലേ. നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് അവർ വെറുതെ പേടിപ്പിച്ചേക്ക് വിടേണ്ട ആവശ്യമുണ്ടോ? അയ്യോ, അവൻ പറഞ്ഞപ്പോൾ ഞങ്ങളങ്ങ് പേടിച്ചു പോയി. എൻ്റെ പൊന്നു സാമോലെ, നിങ്ങളുടെ ഈ കുട്ടികളെയൊന്നും ഞങ്ങളുടെ അടുത്ത് നടക്കില്ല. അത് തന്നെ, ആ കുട്ടികളെ എങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ചേട്ടന്മാരെ, മക്കൾക്കൊരു വാണിംഗ് തരാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളുടെ അടുത്ത് ഈ കളിക്കുന്ന കളികളെല്ലാം നിർത്തിവെച്ച് മോൻ വന്ന വഴി തിരിച്ചു വിട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും ഞങ്ങളോട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഈ ഭീഷണിപ്പെടുത്തലൊന്നും എന്നോട് വേണ്ട. കാരണം ഞാൻ സാമുവല, ജേക്കബിൻ്റെ മകൻ. നീ ഏത് മറ്റവൻ്റെ മോനാണെങ്കിലും ഞങ്ങൾക്ക് പുല്ല. മോനെ, മോൻ്റെ കുട്ടിക്കളിയല്ല ഇത്. കുറേ കളികൾ കണ്ടു തന്നെയാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളുടെ എതിരാളിയാവാൻ നിന്ന നിൻ്റെ മരണമായിരിക്കും. ഇനി വരുമ്പോൾ വാണിംഗ് ആയിരിക്കില്ല, പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാൻ നിന്ന ജാക്സണും ജോണും തിരിഞ്ഞു നിന്നുകൊണ്ട് ഒരു കാര്യം കൂടി സാമുവലിന്റെ അടുത്ത് പറയുന്നു. ആൻഡ് വൺ മോർ തിങ്, നീ ഞങ്ങളോട് പറഞ്ഞത് പോട്ടെ,
ഇതെങ്ങാനും നീ ജിമ്മിൻ്റെ അടുത്ത് പറഞ്ഞാൽ നിന്റെ പൊടി പോലും കിട്ടില്ല. അതുകൊണ്ട് മോനിവിടെ നിന്ന് വേഗം തന്നെ രക്ഷപ്പെട്ടു പോകാൻ നോക്ക് കേട്ടോ. ഇത് ചേട്ടന്മാരെ ഒരു സിമ്പിൾ റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ. എടാ സാമൂല്, നീയൊക്കെ എന്തിനാ ഇവനെ പേടിക്കുന്നേ? ഇവന്മാരാരാന്ന് വെച്ചിട്ടാ? നിന്റെ അച്ഛനെ കൊന്നവന്മാരാ. ഇവർക്കിട്ട് എന്തായാലും ഒരു പണി നീ കൊടുത്തേ പറ്റും. നിനക്ക് തോന്നുന്നുണ്ടോ കെവിൻ, ഞാൻ ഇവരുടെ ഭീഷണിപ്പെടുത്തലായിട്ട് ഇവിടെ നിന്ന് നാട് വിട്ടു പോകുന്നു? നിനക്കറിയോ, ഞാൻ ജേക്കബിൻ്റെ മോനാ. എൻ്റെ അച്ഛനെ കൊന്നതിന് പ്രതികാരം വീട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല. സാർ, വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താടോ, എന്താ കാര്യം? തനിക്ക് എന്താ പറയാനുള്ളത്? പറ. ഓ, താങ്ക് യു സാർ. ചിലപ്പെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കേട്ട് സാറിന് ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. പക്ഷേ ഇത് ഞാൻ കേട്ടറിഞ്ഞതും കണ്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് പറയുന്നത്. സാറിന് ജിമ്മിനെ പറ്റി അറിയില്ല. മാഫിയ ചെയ്യുന്നതാണ് മാഫിയ ലോകത്ത് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഈ മാഫിയയിൽ തന്നെ ഏറ്റവും വലിയ കിങ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽപ്പെട്ടവരും അദ്ദേഹത്തിനെ നേരിട്ട് കണ്ടവരും മരിച്ചിട്ടേ ഉള്ളൂ. അപ്പം താൻ പറഞ്ഞു വന്നത് ഞങ്ങൾ അവനെ പേടിച്ച് ഇവിടുത്തെ നാടുവിടണമെന്നല്ലേ? ഇവിടുത്തെ ചോറുണ്ടോണ്ട് അവിടെ കൂറ് കാണിക്കുന്നത് ശരിയാണോ? അങ്ങനെയൊന്നല്ല സാർ, ഞാൻ അവരോട് കൂറ് കാണിച്ചതല്ല. എനിക്ക് സാറിനോടുള്ള ചെറിയൊരു അടുപ്പം കൊണ്ട് പറഞ്ഞതാ. ജിമ്മിനെ പറ്റി സാറിന് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ തനിക്ക് ജിമ്മിനെ പറ്റിയല്ല അറിയാമെന്നല്ലേ? എന്നാൽ കേൾക്കട്ടെ, എന്തൊക്കെ തനിക്ക് അറിയാമെന്നുള്ളത്. എനിക്കറിയാത്ത പല കാര്യങ്ങളുണ്ടെങ്കിൽ കേൾക്കാലോ. അത് സാർ, അത് ഹേയ്, താൻ പേടിക്കാതെ. എനിക്കറിയാത്ത കാര്യങ്ങൾ തനിക്കറിയാമെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഒരു കേൾക്കാനുള്ള ക്യൂരിയോസിറ്റി. താൻ പറയടോ. അയാൾ ചെറിയൊരു ഭയത്തോടെ സാമുവിനോട് ജിമ്മിന്റെ എല്ലാ കഥകളും പറയുന്നു. തൻ്റെ കഥ കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കുണ്ടല്ലോ ചിരിയാ വരുന്നത്. ഇത്രയും പോന്ന ചെറുക്കനെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? വെറും ഒരു മാഫിയ കിങ്. സാർ, അങ്ങനെ അങ്ങ് പുച്ഛിക്കണ്ട. ജിമ്മിനെ പറ്റി സാറിന് അറിയാത്തതുകൊണ്ടാണ്. സ്നേഹിക്കുന്നവർക്ക് ചങ്ക് പറിച്ചു കൊടുക്കും, എന്നാൽ ദ്രോഹിക്കുന്നവർക്ക് അവനൊരു ഡെവിളാണ്. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ്. മതിമുഖിമാലതി അണിഞ്ഞൊരുങ്ങ്, മംഗല കുങ്കുമണിഞ്ഞൊരുങ്ങ്. എന്താണ് ഞങ്ങളുടെ ടീച്ചർമാര് ഞങ്ങള് അന്തം വിട്ടോടെ നോക്കിയിരിക്കുന്നേ? ഹേയ്, വേറൊന്നല്ല. ഇന്ന് എൻ്റെ അനീറ്റന്മാര് നല്ല സുന്ദരികളായിട്ടുണ്ട്. അത് കണ്ട് നോക്കി നിന്നതാ. ഓഹോ, അങ്ങനെ. എന്തായാലും താങ്ക്സ് ഇച്ച. അതേ, മതി സംസാരിച്ചിരുന്നത്. വെഡിങ്ങിനുള്ള ടൈമായി, നമുക്ക് പള്ളിയിൽ പോണ്ടേ? ഓ ശരിയാണല്ലോ. എന്നാൽ വേഗം പാടാ ജിമ്മിന്, നമുക്ക് പോവാം. വാ ഗാന്ധീസ്. അങ്ങനെ അവരെല്ലാവരോടും വെഡിങ്ങിന്റെ ആവശ്യത്തിനായി നേരെ പള്ളിയിലേക്ക് പോകുന്നു. கொஞ்சம் பார்த்து விடு, கொஞ்சம் பேசி விடு என்று என் விழிகள் ஐயோ என திட்ட. கோடை கால மழை வந்து போன பின்னும் சாலையோரம் மரம் தன்னாலே நீ சொட்ட. என்னை தாக்கும் புயலே, இரவோடு காயும் வெயில்